ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള എഗ് കബാബിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ആദ്യം തന്നെ ഒരു ഗ്രീൻ മസാല ആക്കുന്നുണ്ട്. അതിന് 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും 2 ചെറിയ പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഗ്രീൻ മസാലയ്ക്ക് വേണ്ടിയിട്ട്. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നന്നായി ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാലയാക്കാം. അതിനായി ഞാൻ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മസാല ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം, പച്ചമണം മാറുന്നത് വരെ. ഞാനിപ്പോൾ ഒരു 3 മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുട്ടയുടെ അനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നന്നായി വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉരുളക്കിഴങ്ങ് ആദ്യം വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ചിട്ട് വേണം ഉപ്പിടാൻ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണം നല്ലവണ്ണം പോട്ടെ. മസാലയുടെ മണമൊക്കെ നന്നായി പിടിച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ഈ മസാലയൊക്കെ ആകുമ്പോൾ ഒരു ഗ്രീൻ മസാലയായിട്ട് തയ്യാറായിട്ട് വരും. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കളറൊക്കെ ഒരു പച്ച നിറത്തിൽ വരും. അതുവരെ നമുക്കിതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. എൻ്റെ ഇത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നത് വരെ മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ മസാല ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ടാവും. നല്ല സ്പൈസി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് മുട്ട എടുക്കാം. ഇപ്പം ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് മുട്ടയിലൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഇതിന് മുന്നേയുള്ള വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങ് മിക്സറാണിത്. ഇനി നമുക്ക് മുട്ട കോട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് മുട്ടയൊന്ന് കോൺഫ്ലവറിൽ നന്നായി ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മസാല മുട്ടയിൽ ഒട്ടിപ്പിടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ഇളകി വരും. അതുകൊണ്ട് നമുക്ക് 3 മുട്ടയും കോൺഫ്ലവറിൽ നന്നായി മിക്സ് ചെയ്തിട്ട് എടുത്തു വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങ് 3 ഈക്വൽ ബോൾസാക്കി മാറ്റിയതിന് ശേഷം ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ കോൺഫ്ലവറിൽ ചെയ്തു വെച്ച മുട്ടയെടുത്ത് ഇതിൽ നന്നായി മുട്ട പുറത്ത് കാണാത്ത രീതിയിൽ കവർ ചെയ്തെടുക്കുക. നല്ലവണ്ണം കവർ ചെയ്യണം, അല്ലെങ്കിൽ എണ്ണയിലിട്ടുമ്പോൾ പൊട്ടി തെറിച്ച് പോകും മുട്ട പുറത്ത് എണ്ണയിലിട്ടാൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ നന്നായി കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 മുട്ടയും നമ്മൾ പൊട്ടറ്റോയിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസ് ആയിട്ടുള്ള കോട്ടിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മുട്ട മിക്സർ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു മുട്ട എടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ നേരത്തെ നമ്മൾ കോട്ട് ചെയ്തപ്പോൾ ബാക്കിയുണ്ടായ കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മുട്ടയും എടുത്ത് മുട്ട മിക്സറിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ 3 മുട്ടയും 2 തവണ വീതം ബ്രെഡ് ക്രംസിലും എഗ് മിക്സറിലും കോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി കോട്ട് ചെയ്ത് മുട്ട ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ എഗ് കബാബ് ഇവിടെ റെഡിയാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാവണം, എന്നെങ്കിൽ മാത്രമേ എണ്ണ കുടിക്കാതിരിക്കുകയുള്ളൂ എഗ് കബാബിന്. എന്നിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് തിരിച്ചിട്ട് എല്ലാ വശവും ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ അധികം വേവാനൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ എഗ്ഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 എഗ്ഗും നമുക്കിങ്ങനെ എഗ് കബാബായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് മുറിച്ചെടുത്ത് അല്ലാതെയോ നമുക്കിത് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, സ്നാക്സാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
അതിനോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.